ഒരു പ്ലാന്റിൻ്റെ റീപ്രൊഡക്റ്റീവ് ഓർഗൻ എന്ന് പറയുന്നത് ഫ്ലവറാണ്. അപ്പോൾ ഏതൊക്കെയാണ് ഫ്ലവറിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് എന്ന് നമുക്ക് നോക്കാം. ആന്തർ, ഫിലമെൻറ്റ്, സെപ്പൽ, സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി, ഓവ്യൂൾ, പെറ്റൽസ്, ഇതൊക്കെയാണ് ഒരു ഫ്ലവറിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്സ്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് സെപ്പൽസ് എന്താണെന്ന് നോക്കാം. ഒരു ഫ്ലവർ എടുക്കുകയാണെങ്കിൽ ആ ഫ്ലവറിൻ്റെ സ്ട്രക്ചറിലെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് പാർട്ടിനെയാണ് നമ്മൾ സെപ്പൽസ് എന്ന് പറയുന്നത്. സെപ്പൽസിനെ കളർ എന്ന് പറയുന്നത് ഗ്രീൻ ആണ്. ഫ്ലവറിൻ്റെ ബേസിലാണ് ഈ സെപ്പൽസ് കാണപ്പെടുന്നത്. അതായത് ബഡിങ് സ്റ്റേജിൽ ഫ്ലവറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിൽ സെപ്പൽസിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളാണ് ഉള്ളത്. സെപ്പൽസും പെറ്റൽസും സിമിലർ അപ്പിയറൻസ് ആണ്, എങ്കിലും രണ്ടിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് ആണ്. പ്രൊട്ടക്ഷൻ നൽകുക എന്നതിലൊക്കെ ഉപരി പെറ്റൽസിനെ സപ്പോർട്ട് ചെയ്യുക, അതുപോലെ പോളിനേഷന് ഫ്ലവേഴ്സിലേക്ക് ഈ പോളിനേറ്റേഴ്സിനെ അട്രാക്റ്റ് ചെയ്യുന്നതിൽ പെറ്റൽസിനെ അസിസ്റ്റ് ചെയ്യുക എന്നതും സെപ്പൽസിൻ്റെ ഫങ്ഷനാണ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത് പെറ്റൽസ്. ഒരു ഫ്ലവറിൻ്റെ റീപ്രൊഡക്റ്റീവ് പ്രോസസ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് പെറ്റൽസിനുണ്ട്. കാരണം പെറ്റൽസിൻ്റെ വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സ്, അതുപോലെ അതിൻ്റെ സ്മെല്ല്, ഇതൊക്കെ പോളിനേറ്റേഴ്സ് ആയിട്ടുള്ള ബീസ്, ബട്ടർഫ്ലൈസ്, ഇതിനൊക്കെ അട്രാക്റ്റ് ചെയ്യാൻ ഹെൽപ്ഫുള്ളാണ്. അതുമാത്രമല്ല ഒരു ഫ്ലവറിൽ നിന്ന് പോളൻസിനെ മറ്റൊരു ഫ്ലവറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിലും പെറ്റൽസിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളുണ്ട്. പെറ്റൽസിന് പറയപ്പെടുന്ന മറ്റൊരു പേരാണ് കൊറോള. അതുകൊണ്ട് തന്നെ ഈ പെറ്റൽസിന് റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷനിൽ ഇമ്പോർട്ടൻ്റ് റോൾ ഉണ്ടെന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ് സ്റ്റേമൻ. ഈ സ്റ്റേമന് നമുക്ക് ഫ്ലവറിൻ്റെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് പാർട്ട് എന്ന് തന്നെ നമുക്ക് പറയാം. അതായത് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആണ് എന്ത് സ്റ്റേമൻ. ജേം സെൽസ് കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള റീപ്രൊഡക്റ്റീവ് പാർട്ടിനെയാണ് നമ്മൾ സ്റ്റേമൻ എന്ന് പറയുന്നത്. ആന്തർ, ഫിലമെൻറ്റ് എന്നിങ്ങനെ രണ്ട് പാർട്സ് കൺസിസ്റ്റ് ചെയ്തിട്ടുള്ള മൊത്തമായിട്ടുള്ള ആ ഒരു ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റേമൻ എന്ന് പറയുന്നത്. ആന്തറിൽ പോളൻ ഗ്രെയിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ഫിലമെൻറ്റിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആന്തറിനെ സപ്പോർട്ട് ചെയ്യുക എന്നതാണ് ഫിലമെൻറ്റിൻ്റെ ഫംഗ്ഷൻ. സ്റ്റേമിനിൽ നിന്ന് പോളൻസിനെ മറ്റൊരു ഫ്ലവറിൻ്റെ പിസ്റ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ഫെർട്ടിലൈസേഷനെ ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്നതിൽ ആന്തറിനും ഫിലമെൻറ്റിനും ക്രൂഷ്യലായിട്ടുള്ള റോളുണ്ട്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്ന് പറയുന്നത് പിസ്റ്റൽ. ഫ്ലവറിൻ്റെ സെൻട്രൽ പാർട്ടാണ് പിസ്റ്റൽ എന്ന് പറയുന്നത്. അതായത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനാണ് എന്ത്, പിസ്റ്റൽ. ഈ പിസ്റ്റലിന് 3 പാർട്സ് ഉണ്ട്. സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി എന്ന് പറയുന്ന എന്നിങ്ങനെ 3 പാർട്സ് പിസ്റ്റലിനുണ്ട്. പിസ്റ്റലിൻ്റെ ടോപ്പിൽ കാണപ്പെടുന്ന പാർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റിഗ്മ എന്ന് പറയുന്നത്. പോളൻസിനെ റിസീവ് ചെയ്യുന്നത് സ്റ്റിഗ്മയാണ്. ഇനി മിഡിൽ കാണപ്പെടുന്ന ഇലോങ്ങേറ്റഡ് പാർട്ടിനെയാണ് നമ്മൾ സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇതൊരു ട്യൂബ് ലൈക്ക് സ്ട്രക്ചറാണ്. ഇത് സ്റ്റിഗ്മയെ ഓവറിയുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഈ നെക്സ്റ്റ് പിസ്റ്റലിൻ്റെ നെക്സ്റ്റ് പാർട്ടാണ് ഓവറി. ഓവ്യൂൾസ് ഒക്കെ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള പാർട്ട് പിസ്റ്റലിൻ്റെ സ്വളൻ ആയിട്ടുള്ള പാർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓവറി എന്ന് പറയുന്നത്. പിസ്റ്റലിൻ്റെ ഈ 3 പാർട്ടിനും, സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി എന്ന് പറയുന്ന ഈ 3 പാർട്ടിനും പോളിനേഷൻ പ്രോസസ്സിലും അതുപോലെ ഫെർട്ടിലൈസേഷൻ പ്രോസസ്സിലും ഇമ്പോർട്ടൻ്റ് റോളാണ് ഉള്ളത്. ഇനി എന്താണ് ഓവ്യൂൾ എന്ന് നോക്കാം. ഓരോ ഓവ്യൂളും കണ്ടെയ്ൻ ചെയ്തിട്ടുള്ളത് എഗ്ഗുകൾ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള പാർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓവ്യൂൾ എന്ന് പറയുന്നത്. അതായത് ഫീമെയിൽ ഗാമേറ്റ്സ് മെച്യൂർഡ് ആകുന്നതും ഡെവലപ്പ് ആകുന്നതിനൊക്കെയുള്ള ഒരു സൈറ്റാണ് എന്ത്, ഓവ്യൂൾ എന്ന് പറയുന്നത്. ഓവ്യൂൾ വെച്ചിട്ടാണ് സൈഗോട്ട് ഫോം ചെയ്യുന്നത്. ഒരിക്കലും ഒരു ഫെർട്ടിലൈസേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ഓവ്യൂൾസിന് ട്രാൻസ്ഫർമേഷൻ നടന്നിട്ട് അത് സീഡായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഒരു പ്ലാന്റിൻ്റെ ലൈഫ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ട്രാൻസ്ഫോർമേഷന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോളുണ്ട്. അത് ഒരു പ്ലാന്റ് ലൈഫ് കണ്ടിന്യൂ ചെയ്യുന്നതിന് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു പ്രോസസ്സും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫ്ലവറിൻ്റെ പാർട്സിൽ ഓരോ പാർട്സിനും ഇമ്പോർട്ടൻ്റ് റോളുണ്ട്. പോളിനേഷൻ പ്രോസസ്സായാലും ഫെർട്ടിലൈസേഷൻ പ്രോസസ്സായാലും ഫ്ലവറിൻ്റെ ഓരോ പാർട്സും ഡിഫറെൻറ്റ് ഫങ്ഷൻസാണ് ചെയ്യുന്നത്.